നമസ്കാരം. പൂക്കാട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥിൻ്റെ മരണം കൊലപാതകമല്ല, ആത്മഹത്യയാണ് എന്നാണ് CBI കണ്ടെത്തിയിരിക്കുന്നത്. അതിഭീകരമായ മർദ്ദനവും അതിഭീകരമായ രൂപത്തിലുള്ള മാനസികമായി തകർക്കലും അവരുടെ അഭിമാനത്തെ മോശപ്പെടുത്തിക്കൊണ്ട്, അതായത് സിദ്ധാർത്ഥൻ്റെ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തിക്കൊണ്ട് SFI ഗുണ്ടകൾ അഴിഞ്ഞാടിയപ്പോൾ അതിലുണ്ടായിട്ടുള്ള മനോവിഷമവും കാരണമാണ് ഇദ്ദേഹം ആത്മഹത്യ ചെയ്തത് എന്നാണ് CBI റിപ്പോർട്ട്. പോലീസ് എന്താണോ എഴുതി വെച്ചത് അതേപടി പകർത്തുക മാത്രമാണ് CBI ചെയ്തിരിക്കുന്നത്. ഇതിൽ 19 പ്രതികളാണുള്ള ഞാൻ ഈ വീഡിയോയിൽ ആ പ്രതികൾ ആരൊക്കെയാണ്? ഇപ്പോൾ CBI ഫയൽ ചെയ്ത റിപ്പോർട്ട് മനോരമ പത്രത്തിൽ വന്നിട്ടുണ്ട്, റിപ്പോർട്ടിൻ്റെ കോപ്പി. എന്നാൽ ഇന്നലെ ക്രൈം ഇതിൻ്റെ പൂർണ്ണരൂപം പുറത്തുവിട്ടിരുന്നു. ഇപ്പോൾ ഞാൻ പുറത്തുവിടുന്നത് ഇതിലെ യഥാർത്ഥ പ്രതികൾ ആരൊക്കെ. വെറ്റിനറി കോളേജിലെ SFI സെക്രട്ടറിയും പ്രസിഡൻറ്റും അതേപോലെ കോളേജ് യൂണിയൻ ചെയർമാനും ഭാരവാഹികളുമാണ്, SFIയുടെ ഭാരവാഹികളുമാണ് ഈ കേസിലെ സുപ്രധാന പ്രതികൾ. അതിഭീകരമായ രൂപത്തിലൊരു വിദ്യാർത്ഥിയെ മർദ്ദിച്ച്, അതിഭീകരമായ രൂപത്തിൽ അദ്ദേഹം ചവിട്ടിമെതിച്ച്, ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തി, ഉടുതുണിയില്ലാതെ നടുമുറ്റത്ത് കോളേജിൻ്റെ മെൻസ് ഹോസ്റ്റലിൻ്റെ നടുമുറ്റത്ത് നിർത്തി 150ഓളം വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ച് ക്രൂരമായി പീഡനം നടത്തി, മർദ്ദിച്ച് അവശനാക്കി, അവസാനം അദ്ദേഹം തൂങ്ങി മരിച്ചു എന്നൊരു കഥയാണ് CBI ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൽ അവർ പറയുന്ന 19 പ്രതികൾ ആരൊക്കെ എന്നുള്ളതാണ്. ഞാൻ അതിവിശദമായ ഒരു അഡ്രസ്സ് സഹിതമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ നോട്ട് ചെയ്യാം. നിങ്ങളുടെ പ്രദേശത്തുള്ള ആൾ ആരാണെന്നുള്ളത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഒന്നാമത്തെ പ്രതി എന്ന് പറയുന്നത് അഖിലാണ്. SFI നേതാവായ അഖിൽ. കോട്ടയിൽ ഹൗസ്, പുതിയ റോഡ്, ആമയൂർ PO, കൊപ്പം വില്ലേജ്, പട്ടാമ്പി താലൂക്ക്, പാലക്കാട് പട്ടാമ്പി താലൂക്കിലെ കൊപ്പത്തുള്ള ആമയൂരിലുള്ള അഖിൽ K, ശ്രീ വേലായുധൻ്റെ മകൻ അഖിൽ K ആണ്. അവൻ പഠിക്കാൻ പോയതല്ല, അവിടെ കുട്ടികളെ കൊല്ലാൻ വേണ്ടി പോയ ഒരാളായിട്ട് വേണം നമ്മൾ കരുതാൻ വേണ്ടിയിട്ട്. എന്ത് വൃത്തികേടും കാണിക്കാനും പിണറായി വിജയൻ്റെ ഗുണ്ടാ മാഫിയ സംഘത്തിൽ ചേർന്നുകൊണ്ട് ഇവർ സ്വയം പ്രഖ്യാപിത അവിടുത്തെ പോലീസായി മാറുകയും ഇവർ ഭീകരമായിട്ടുള്ള ഗുണ്ടാ മാഫിയ പ്രവർത്തനം നടത്തിയതിൻ്റെ ഏറ്റവും അധികം വലിയ ഉദാഹരണമാണ് ഈ സിദ്ധാർത്ഥൻ്റെ കൊലപാതകം. രണ്ടാമത്തെ ആൾ എന്ന് പറയുന്നത് പേര് കാശിനാഥൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ആദ്യം ഇദ്ദേഹം ഉണ്ടായിരുന്നില്ല. ഇദ്ദേഹം ഫൈനൽ ഇയർ വിദ്യാർത്ഥിയാണ്, SFIയുടെ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ വീട് തന്നെ കൊല്ലത്ത് കൊട്ടാരക്കര മാങ്കോട് വില്ലേജിൽ ചിത്തര കിഴക്കുംഭാഗം ചെറവൂരിൽ തിരുവാതിര വീട്ടിലെ രാജീവ് S എന്ന് പറഞ്ഞ ആളുടെ മകനാണ്. CPM നേതാവിൻ്റെ മകനാണ് കാശിനാഥൻ. ഫൈനൽ വിദ്യാർത്ഥിയാണ് വെറ്റിനറി കോളേജിലെ. അദ്ദേഹമാണ് ശരിക്കും ആദ്യം തന്നെ ഇദ്ദേഹം ഉണ്ടായിരുന്നില്ല. അവിടെയുള്ള മറ്റുള്ള വിദ്യാർത്ഥികൾ ഈ കുട്ടിയെ ഉപദ്രവിക്കുന്നത് കണ്ടിട്ട് പിന്നെ ഇദ്ദേഹം പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ റൂമിൽ കൊണ്ടുപോയിട്ട് ഭീകരമായിട്ട് മർദ്ദിക്കുകയായിരുന്നു. പിന്നെ ഇദ്ദേഹമാണ് നേതൃത്വം കൊടുത്തത് ശരിക്കും എല്ലാത്തിനും. ഒരു മനുഷ്യത്വവും ഇല്ലാത്ത രൂപത്തിൽ ക്രൂര മൃഗങ്ങളെ പോലെയാണ് പെരുമാറിയത്. രണ്ടാം പ്രതിയാണ് ഇദ്ദേഹം. മൂന്നാം പ്രതിയായിട്ടുള്ളത് അമീൻ അക്ബർ അലി U. അദ്ദേഹത്തിൻ്റെ വീട് മലപ്പുറത്താണ്, ഏറനാട് താലൂക്കിലെ പയ്യനാട് വില്ലേജിൽ നെല്ലിക്കുത്തുള്ള ഉളുവൻ ഹൗസിലെ ഇഷാക്കിൻ്റെ മകനാണ്. വയസ്സ് 26 വയസ്സാണ് ഇദ്ദേഹത്തിന്. ഇദ്ദേഹം ഫൈനൽ ഇയർ വിദ്യാർത്ഥിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇവരൊക്കെ പോലീസ് ജുഡീഷ്യൽ ജയിലിലാണ് ഇവരാലും. എന്തായാലും ഇദ്ദേഹവും SFIയുടെ നേതാവാണ്. ഇവരും ഈ ക്രൂരമായി മർദ്ദിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചുള്ള ആളാണ്. പിന്നെ അരുൺ അവിടെ SFIയുടെ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ വീട് വയനാട് മാനന്തവാടി താഴെ കണിയാരത്ത് കേളോത്ത് ഹൗസിലാണ് വീട്. പങ്കജാഷൻ എന്ന ആളുടെ മകനാണ് ഇദ്ദേഹം. ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. ഇദ്ദേഹം ഇതിനെല്ലാം നേതൃത്വം കൊടുത്തത് ഇദ്ദേഹമാണ്. SFIയുടെ നേതാവാണ് അവിടുത്തെ. പിന്നെ അടുത്തത് സിൻജോ ജോൺസൺ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഇപ്പോൾ 23 വയസ്സായിട്ടുള്ള ജോൺസൺ ജോർജിൻ്റെ മകനാണ്. അദ്ദേഹത്തിൻ്റെ വീട് കൊല്ലത്ത് കൊട്ടാരക്കര താലൂക്കിൽ ഓടാനവട്ടം PO ആയനിക്കോട് സ്നേഹഭവനിലെ എലവനക്കോട് ആണ് ഇദ്ദേഹത്തിൻ്റെ വീട്. ഓരോരുത്തർക്കും അതാത് പ്രദേശത്ത് നാട്ടുകാർ
കൃത്യമായി ഇവരെയൊക്കെ തിരിച്ചറിയുക, ഇത്രയും ഭീകരരായ ആളുകളെ, കുട്ടികളെ, ഇവരൊക്കെ നാളെ ഗുണ്ടാ മാഫിയ സംഘങ്ങളെ ഓരോ പ്രദേശത്തും പിണറായി വിജയൻ്റെ ഗുണ്ടാ സംഘങ്ങളായി വരും. എല്ലാ പ്രദേശത്ത് ഇവർ ഗുണ്ടാ മാഫിയ പ്രവർത്തനം നടത്തും. അതിപ്പോഴേ തടയണമെങ്കിൽ നമ്മൾ ഇപ്പോഴേ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. അടുത്തത് തിരുവനന്തപുരത്ത് വർക്കലയിൽ ആയൂരൂർ വില്ലേജിൽ കിഴക്കേപ്പുറം ആസിഫ് മൻസിലിലെ നൗഷാദ് ഖാൻ്റെ മകൻ ആസിഫ് ഖാനാണ്. അദ്ദേഹത്തിന് വയസ്സ് 24 വയസ്സായിട്ടുള്ളൂ. ഇപ്പോൾ 24ാമത്തെ വയസ്സാവുന്നുള്ളൂ. അദ്ദേഹം ആണ് SFIയുടെ ഒരു നേതാവാണ്. ആ കോളേജിലെ എല്ലാ ഗുണ്ടായുസത്തിനും അവിടെ നേതൃത്വം കൊടുത്തുള്ള ഒരാളാണ്. ഇതേപോലെ അമൽ ഇഷാൻ ആണ് അദ്ദേഹം. നൗഷാദ് എന്ന് പറയുന്ന ഒരാളുടെ മകനാണ്. അദ്ദേഹത്തിൻ്റെ വീട് വയനാട് തന്നെയാണ്. മാനന്തവാടി ക്ലബ്ബ് കുന്നിനടുത്ത് എൻട്രി ഹൗസിലാണ് ഇയാളെ വീട്. അടുത്തത് 8ാമത്തെ പ്രതി പത്തനംതിട്ടയിൽ അടൂർ താലൂക്കിൽ അടൂർ വില്ലേജിൽ ആനന്ദപ്പള്ളി പള്ളിവിഴ കൃഷ്ണവിലാസം ഹൗസിൽ ജയകുമാറിൻ്റെ മകനാണ് അജയും SFIയുടെ നേതാവാണ്. ഈ കൂട്ടത്തിൽ കൂടെ നിന്ന് ക്രൂരമായി മർദ്ദിക്കുന്ന കൂട്ടത്തിൽ ഇദ്ദേഹം ഉണ്ടായിരുന്നു. പിന്നെ അൽത്താഫെ എന്ന് പറയുന്നത് ചെട്ടിയാൻ വിളകം ഹൗസിൽ പറവൂരിൽ തെക്കുംഭാഗം കോട്ടപ്പുറം വില്ലേജ് കൊല്ലം, അതായത് പറവൂർ തെക്കുംഭാഗം ഉള്ള അഷ്റഫിൻ്റെ മകനാണ്. അൽത്താഫാണ് അടുത്ത ആൾ. ഇദ്ദേഹത്തിന് വയസ്സ് 22 വയസ്സേ ഉള്ളൂ. ഇപ്പോൾ തന്നെ ഗുണ്ടാ മാഫിയ കിങ്ങായി മാറി പിണറായി വിജയൻ്റെ. അടുത്തത് സൗദ് റിസാൽ ആണ്. അബ്ദുൾ മജീദിൻ്റെ മകനാണ്. 22 വയസ്സായി. അദ്ദേഹത്തിൻ്റെ വീട് മലപ്പുറത്ത് തിരൂരങ്ങാടി വേങ്ങര വില്ലേജിൽ കണ്ണാട്ടിപ്പാടി പക്കനാപുരയിൽ എടത്തോല കുരിക്കൽ ഹൗസിൽ അബ്ദുൾ മജീദിൻ്റെ മകനാണ് ഇദ്ദേഹവും അവിടുത്തെ SFI നേതാവാണ്. അടുത്തത് നമുക്ക് ആദിത്യൻ റൂമിലൊക്കെയാണ് കൊണ്ടുപോയി കിടത്തിയിരുന്നത്. ഇതിനു വേണ്ടിയിട്ട് ആദിത്യനാണ് ഇതിനൊക്കെ നേതൃത്വം കൊടുത്തിരുന്നത്. ഇദ്ദേഹത്തിൻ്റെ വീട് കോഴിക്കോട് വടകര താലൂക്കിൽ ചങ്ങരോത്ത്, പേരാമ്പ്ര, ആവടുക്കൽ, പന്തിരിക്കര, പുതിയോട്ടുകര ഹൗസിൽ വിജയൻ്റെ മകനാണ് ആദിത്യൻ. അടുത്തത് മലപ്പുറത്ത് ഏറനാട് എടവനക്കാട് വില്ലേജിൽ 11ാമത്തെ പ്രതിയാണ് ഞാൻ വായിക്കുന്നത്. പത്തപ്പിരിയാം ചെനൈക്കുന്ന് മീനമ്പാട്ട ഹൗസ് നൗഷാദ് അലിയുടെ മകൻ മുഹമ്മദ് ഡാനിഷാണ്. ഇദ്ദേഹം ഇതിന് വളരെ ക്രൂരമായ രൂപത്തിലാണ് ഈ കുട്ടിയെ മർദ്ദിച്ചിട്ടുള്ളത്, കൂട്ടം കൂടിയെ മർദ്ദിച്ചിട്ടുള്ളത്. അടുത്തത് പാലക്കുടി ഹൗസിൽ പ്ലാവില ലൈനിൽ പോങ്ങുമൂട് ചെന്തി CRA 179 വീട്ടിൽ TC 9/345 വീട്ടിൽ മെഡിക്കൽ കോളേജ് BO തിരുവനന്തപുരം. ഇദ്ദേഹത്തിന് ബിനോയിയുടെ മകനാണ് റഹാൻ ബിനോയ്. ഇദ്ദേഹത്തിന് വയസ്സ് 21 വയസ്സായിട്ടുള്ളൂ. എന്ത് കഷ്ടമാണ്. അടുത്തത് 14ാമത്തെ പ്രതി തിരുവനന്തപുരംകാരനായ മണക്കാട് വില്ലേജിലെ കളിപ്പംകുളത്ത് മനക്കാട് PO കോഞ്ചിറവിള വിജയമ്മ നിവാസിൽ ശരത് ചന്ദ്രൻ്റെ മകൻ ആകാശ് SD ആണ് അടുത്ത പ്രതി. അടുത്തത് ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ കരുവണ്ണാപുരം വില്ലേജിൽ രാമക്കൽ മേടിൽ പഴയിടത്ത് ഹൗസിൽ സജി PKയുടെ മകനാണ് അഭിഷേക് SFIയുടെ നേതാവാണ്. ഇവിടുത്തെ 23 വയസ്സേ ഉള്ളൂ. 16ാമത്തെ പ്രതി എന്ന് പറയുന്ന ആളുടെ പേര് ശ്രീഹരിയാണ്. അത് SFIയുടെ അവിടുത്തെ നേതാവാണ്. തിരുവനന്തപുരം നന്ദിയോട് വില്ലേജ് പാലുവള്ളി പാലോടിൽ പയ്യട്ടാടിയിൽ ശ്രീനിലയം ഹൗസിൽ രാജേഷിൻ്റെ മകനാണ് ശ്രീഹരി. അടുത്തത് 17ാമത്തെ പ്രതി ആരാണ്? തൊടുപുഴയിൽ ഇടുക്കിയിൽ ഇപ്പോൾ തൊടുപുഴയിൽ കരിക്കോട് വില്ലേജിൽ മുതലക്കോടം POയിൽ 36 വീട്ടിൽ താമസിക്കും കോത്തക്കുത്തി തുറക്കൽ പുത്തൻപുരയിൽ ഹൗസിലെ ഡെയ് ജോണിൻ്റെ മകൻ ഡോനസ് ഡായി ആണ്. അടുത്ത 18ാമത്തെ പ്രതി ബിൽഗേറ്റ് ജോഷുവ തന്നിക്കോടാണ്. ജോസ്വി തന്നോക്കോടിൻ്റെ മകനാണ്. വയനാട് സുൽത്താൻ ബത്തേരിയിൽ ചുങ്കത്ത് താമസിക്കുന്ന തന്നിക്കോട് ഹൗസിൽ താമസിക്കുന്ന ആളാണ് ഈ പറയുന്ന ബിൽഗേറ്റ് ജോഷുവ. 23 വയസ്സുണ്ട്.
ഒക്കെ എല്ലാവർക്കും 24 വയസ്സ് വരെയുള്ള കുട്ടികളാണ്, 26 വയസ്സ് വരെയുള്ള കുട്ടികളാണെന്ന് ഓർക്കണം. നമ്മൾ എന്തുമാത്രം ദുഃഖിക്കേണ്ട ഒരു കാലമാണ് യുവാക്കളൊക്കെ ഇങ്ങനെയൊക്കെ ആയി തീരുക എന്ന് പറഞ്ഞാൽ. അടുത്ത ആൾ കോഴിക്കോടാണ്. തിക്കോടിയിലെ ചിങ്ങപുരം മൂടാടി വില്ലേജിൽ അൽനാസ് ഹൗസിൽ താമസിക്കുന്ന നസീറിൻ്റെ മകനാണ് നസീഫ് വി. അദ്ദേഹം 19ാമത്തെ പ്രതിയാണ്. അദ്ദേഹം അവിടുത്തെ SFIയുടെ നേതാവാണ്. ഇങ്ങനെ 19 പ്രതികളാണ് കുറ്റപത്രത്തിൽ CBI സമർപ്പിച്ച സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന 2ാം വർഷ വിദ്യാർത്ഥിയെ ക്രൂരമായി അടിച്ചും ഇടിച്ചും ബെൽറ്റ് കൊണ്ടും കേബിൾ വയർ കൊണ്ടും ചവിട്ടിയും അങ്ങനെ നഗ്നനാക്കി അവരെ എല്ലാവരും 150 കുട്ടികൾക്കാണ് അടിച്ച് ശരിയാക്കി അവസാനം ഭക്ഷണം പോലും കൊടുക്കാതെ ഒരു ഡോർമെട്രിയിൽ കൊണ്ടിട്ട് അവസാനം അദ്ദേഹം ആത്മഹത്യ ചെയ്തു. ഈ കാരണത്തുള്ള മനോവിഷമം കാരണം, ആഘാതം കാരണം അദ്ദേഹം ജീവിക്കാൻ മറ്റുള്ളവരുടെ മുമ്പിൽ പോലും നോക്കാൻ പറ്റാത്ത കാരണം കൊണ്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇതാക്കിയിരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ കെട്ടിത്തൂക്കി കൊന്നതാണ് എന്ന് നമുക്ക് കൃത്യമായി സൂചനകൾ വരുന്നുണ്ട്. അത് കൃത്യമായി അദ്ദേഹത്തിൻ്റെ ജയപ്രകാശ് എന്ന് പറയുന്ന പിതാവ് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമുക്കൊരു എപ്പിസോഡായിട്ട് പരമ്പരയായിട്ട് നമുക്ക് പ്രസിദ്ധീകരിക്കാം. നന്ദി, നമസ്കാരം.